മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു വളരെ ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചു. അതുമായി ബന്ധപ്പെട്ടിപ്പോൾ പി.വി. അൻവർ എം.എൽ.എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. എം.എൽ.എയുടെ നേതൃത്വത്തിൽ ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. 6:45 കാട്ടാന മണിയെ ആക്രമിച്ചത്. അത് കഴിഞ്ഞ് 11 മണിയായി മണിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം സഹോദരന് പരിക്കേറ്റ മണിയെ എടുത്ത് നടക്കേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ DFO ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് DFO 10 ലക്ഷം രൂപ മണിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായിരുന്നു. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. DFO ഓഫീസിനുള്ളിലേക്ക് പ്രതിഷേധക്കാർ കയറിപ്പോകുന്നതിന്റെ ദൃശ്യങ്ങൾ. DFOയ്ക്കെതിരെയാണ് പ്രതിഷേധം. DFO ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയവർ കസേരയും മറ്റും തകർത്തിട്ടിരിക്കുന്നത്, തള്ളിയിട്ടിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ പ്രതിഷേധമാണ് അവിടെ രൂപപ്പെട്ടത്. ഉന്തും തള്ളുമുണ്ടായി. ഓഫീസിനുള്ളിലേക്ക് തടസ്സം മറികടന്നവർ കയറുകയായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. തല്ലിപ്പൊളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കസേര വാതിലൊക്കെ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്. PV അൻവർ MLAയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധ സമരം DFO ഓഫീസിലേക്ക് നടക്കുന്നത്. അൻവറിന്റെ മേഖലയാണ്, അൻവറിന്റെ മണ്ഡലമാണ് നിലമ്പൂര്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ നഷ്ടമായത്. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, പ്രതീക്ഷിക്കാത്തൊരു പ്രതിഷേധമായിരുന്നോ? മതിയായ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ് പ്രതിഷേധക്കാർക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്? ആര്യ, ഈ കാട്ടാന ആക്രമണത്തിൽ ഈ ആദിവാസി യുവാവായിട്ടുള്ള മണി മരിച്ച സംഭവത്തിൽ ഒരു അരമണിക്കൂറോളമായി PV അൻവറും സംഘവും ഇപ്പോൾ സൗത്ത് DFO ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തി വരികയായിരുന്നു. നേരത്തെ PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് ഇതിനിടയ്ക്ക് പ്രവർത്തകർ DFO ഓഫീസിൻ്റെ വാതിൽ അടിച്ചു തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറുകയും ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം, ഓഫീസിലെ വിവിധ വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു. നാമമാത്രമായ വളരെ വിരലിലെണ്ണാവുന്ന പോലീസ് സംവിധാനം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം ചേർന്ന് ഉള്ളിൽ കയറിയ പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കുകയും ഇപ്പോൾ ആ പ്രവർത്തകർ എല്ലാം കൂടെ റോഡിലേക്ക് ഇറങ്ങി നിലമ്പൂരിലെ ഈ റോഡിലൂടെ DFO ഓഫീസിന് മുൻവശത്തുള്ള റോഡിലൂടെ ജാഥയായിക്കൊണ്ട് പ്രതിഷേധമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ ഈ ഓഫീസിനുള്ളിലേക്ക് കയറിയ സാഹചര്യത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ട്യൂബ് ലൈറ്റുകൾ, അതുപോലെ തന്നെ കസേരകൾ, ഈ ഓഫീസിന്റെ മുൻവശത്തുള്ള വാതിൽ എന്നിവയെല്ലാം പ്രവർത്തകർ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടും പോലീസ് പോലും പ്രതീക്ഷിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു അറ്റാക്കായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ ഈ റോഡിലൂടെ PV അൻവറിന്റെ നേതൃത്വത്തിലുള്ള സമരക്കാർ പ്രതിഷേധവുമായി റോഡിലൂടെ നടക്കുകയാണ്.